ഇന്ന് ഞങ്ങൾക്ക് വർക്ക് വരുന്നത് വൈപ്പിലാണ്. സൂര്യ എന്ന് പറഞ്ഞ കുട്ടിയുടെ മാരേജ് ആട്ടോ. ഉറക്കത്തിൽ നിന്ന് എണീറ്റതിൻ്റെയാണ് മുഖം അങ്ങനെ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് തലേ ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്നു. അവർ തന്നെ ഞങ്ങൾക്ക് റൂമൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന് അവിടെ സ്റ്റേ ചെയ്തു. 1:30 ആയപ്പോൾ എണീറ്റ് കുളിച്ച് റെഡിയായി. അപ്പോഴത്തേക്കും അവർക്കിടെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാനും നീനും കൂടി അവർക്കിടെ വണ്ടി കയറി നേരെ ബ്രൈഡിൻ്റെ വീടെത്തി. വെളുപ്പിന് 2 മണിക്ക് 2:15 ഉറക്കമൊന്നും ശരിയായില്ല. കണ്ണൊക്കെ അങ്ങോട്ട് അടഞ്ഞു പോണ അവസ്ഥയാണ്. പിന്നെ നമുക്ക് പോയി ചെയ്യാതിരിക്കാം. നമുക്ക് അത്ര രാവിലെ പോയി ചെയ്താലാണ് നമുക്ക് ബ്രൈഡിനെ ടൈം ആകുമ്പോഴത്തേക്കും ഒരുക്കി വിടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ക്യാമറമാന്മാർ വന്ന് കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ടെൻഷനാവും. അതിനു മുന്നേ ഞങ്ങളെല്ലാം സെറ്റ് ചെയ്യണമല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. അത് ഒറിജിനൽ താമരപ്പൂവാണേ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബ്രൈഡ് എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രൈഡിന് 2 സിസ്റ്റർമാരാണ്. ഒരു ടിൻ സിസ്റ്ററാണ്. പക്ഷെ അവരെ കണ്ട ഒരിക്കലും പറയില്ല ഒരു ടിൻ സിസ്റ്റേഴ്സാണ്. ഒട്ടും തന്നെ ഒരു തുള്ളി പോലും മാച്ചില്ല അവർ തമ്മിൽ. ഒട്ടും തന്നെ ഇരട്ടകളാണെന്ന് പറയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ബ്രൈഡും വന്ന് ഞങ്ങൾ വർക്ക് പയ്യെ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ വീഡിയോസ് ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം രാവിലെ ആയതുകൊണ്ട് ആരും വീഡിയോ പിടിച്ചു തരാൻ നമുക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ടുള്ള വീഡിയോസാണ് എടുത്തത്. ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ ട്വിൻ സിസ്റ്റർ എന്ന് പറഞ്ഞു. ബ്രൈഡിനെ ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയണം കേട്ടോ ഇവർ തമ്മിൽ എന്തെങ്കിലും മാച്ച് ഉണ്ടോ എന്ന്. നല്ല സാരിയാണ്. അത് നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. നല്ല രസം. അത് ഉടുപ്പിക്കാനും നല്ല സുഖമായിരുന്നു. പിന്നെ ഇതാണ് ബ്രൈഡിൻ്റെ ഏറ്റവും ഇളയ അനിയത്തി. ഇതും നമുക്ക് സാരി ഡ്രാപ്പിങ് ഹെയർ മേക്കപ്പ് എല്ലാം തന്നെയായിരുന്നു. നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്തതും. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ ഏറ്റവും ഇളയ അനിയത്തിനെ മേക്കപ്പ് ചെയ്തു. നമ്മുടെ ബ്രൈഡാണ് ഈ നിൽക്കുന്ന സൂര്യക്കുട്ടി. ആൾ നല്ല മിടുക്കിയാണ്. ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞ് ഞങ്ങൾക്ക് സെക്കൻഡ് സാരി ചേഞ്ചിങ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് തന്നെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവർ താലി കെട്ടാൻ പോയി. അപ്പം ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് ഞാനും നീനും കൂടി പോകുന്നു കേട്ടോ. രോഹിത് എന്നാണ് പയ്യൻ്റെ പേര്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കുറേ നേരം റെസ്റ്റ് ചെയ്തു. ഉറങ്ങാനൊന്നും പറ്റിയില്ല. ഉറക്കം വന്നിട്ടുണ്ടല്ലോ. കണ്ണൊക്കെ ഇങ്ങനെ പുളിച്ച് നിൽക്കണ അവസ്ഥയുണ്ട്. ആ അവസ്ഥയിലാണ്. കണ്ണൊക്കെ അടഞ്ഞു പോവാണ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഉറങ്ങിക്കഴിഞ്ഞ് ശരിയാവില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ബ്രൈഡ് വന്നു സെക്കൻഡ് സാരി ചേഞ്ച് ചെയ്തു. സെക്കൻഡ് സാരി ചേഞ്ച് ചെയ്യാനും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം പെട്ടെന്ന് തന്നെ സെക്കൻഡ് സാരി ചേഞ്ച് ചെയ്ത പുള്ളിക്കാരിക്ക് മണ്ഡപത്തിൽ കയറണമായിരുന്നു. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നല്ല തിരക്കാണ്. എന്നാൽ ഞങ്ങൾക്ക് നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാനും പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്നു. അങ്ങനെ തിരക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. ചിങ്ങമാസത്തിൽ ഞങ്ങളുടെ ആദ്യത്തെ കല്യാണവും ആദ്യത്തെ സദ്യയാണ് കഴിക്കുന്നത്. അടിപൊളി സദ്യയായിരുന്നു. എനിക്ക് സദ്യയേക്കാളും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ പാലട പായസം. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. അടിപൊളി മധുരവും നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ. 2 പ്രാവശ്യം ഞാൻ മേടിച്ച് കഴിച്ചു. അങ്ങനെ നമ്മുടെ ബ്രൈഡ് ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്നത് ഞങ്ങളെ കൊണ്ടുപോകാൻ വണ്ടി വന്നില്ല കേട്ടോ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.